ഐഫോൺസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടിപ്സിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയ്ക്ക് വളരെ നല്ല റെസ്പോൺസാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും ഒരു വൈഫൈയിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വൈഫൈയുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് വൈഫൈ സെലക്ട് ചെയ്യുക, എന്നിട്ട് നേരെ ഈ തൊട്ടടുത്തുള്ള ഐ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഐഡി സ്കാൻ ആവുന്നതായിരിക്കും. ഫേസ് ഐഡി സ്കാൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇവിടെ കണ്ട് കോപ്പി എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പാസ്വേഡ് ഇവിടെ കോപ്പി ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് വേറെ ഫോൺസിലേക്ക് ഈ ഒരു പാസ്വേഡ് നേരെ പോയി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു വെബ് പേജിൽ പോവുകയാണ്. വെബ് പേജിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, പിന്നീടുള്ള റെഫറൻസിന് വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഒരു apple.com ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഫുൾ പേജ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ പേജിനകത്ത് നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് PDF ആയിട്ട് നമുക്ക് നമ്മുടെ ഐഫോണിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ സേവ് PDF ടു ഫയൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽസ് ആപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും. അവിടെ ജസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു ഫയൽ സേവ് ആവുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ജസ്റ്റ് റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫോണിലേക്ക് സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു വെബ് പേജ് നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫുൾ പേജ് നിങ്ങൾക്ക് ഫോണിലേക്ക് സേവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നേരെ സഫാരിയിൽ പോകുക. സഫാരിയിൽ പോയിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് ഒത്തിരി ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ അവിടെ സെലക്ട് ആയി വന്നിട്ട് അടുത്ത നിങ്ങൾക്ക് വേണ്ടുന്ന ഫോട്ടോസ് എല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് നേരെ പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഫോട്ടോസിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എല്ലാം നിങ്ങളുടെ ഫോണിലേക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സഫാരിയിൽ നിന്ന് സേവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഐഫോൺസിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാൻ പറ്റും. എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ഫോട്ടോസ് ആപ്പ് എടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് റിമൂവ് ആക്കണം. ജസ്റ്റ് ഞാൻ ഇത്രയും ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഷെയർ കൊടുക്കുന്നുണ്ട്. ഷെയർ കൊടുത്തിട്ട് സേവ് ടു ഫയൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഫോട്ടോസ് എന്നൊരു ഫോൾഡറിനകത്ത് കൊണ്ടുവന്ന് ഈ ഒരു ഫോട്ടോസ് ഞാൻ സേവ് ചെയ്യുകയാണ്. ഞാൻ ഫോട്ടോസ് ഇവിടെ സേവ് ചെയ്തിട്ട് നേരെ എൻ്റെ ഫയൽസ് ആപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ ഫോട്ടോസ് ഇവിടെ കണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ റിമൂവ് ആക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇവിടെ കൊടുക്കുക, സെലക്ട് കൊടുക്കുക, വേണ്ടുന്ന ഫോട്ടോസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഈ 3 ഡോട്ട് പെർസെൻറ്റ് ഇവിടെ കണ്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഇവിടെ കണ്ട് നമ്മുടെ ഫോട്ടോസ് ഇതാണ് നമ്മൾ മുമ്പത്തെ ആദ്യത്തെ ഫോട്ടോ. അടുത്തതിൽ പോയി കഴിഞ്ഞാൽ അവിടെ കണ്ട് നമ്മുടെ ഫോട്ടോസ് എല്ലാം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പ് ഒരു പ്രത്യേക ഒരു ആപ്പ് യൂസ് ചെയ്തായിരുന്നു ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഐഫോണിൽ തന്നെ ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് കറൻ്റ് അവൈലബിൾ ആണ്. അടുത്തൊരു ഫീച്ചർ നമുക്ക് നോട്ട്സ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഏതൊരു നോട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനൊരു നോട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു നോട്ട് എനിക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു 3 ഡോട്ടിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇവിടെ കണ്ടും ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലോക്കിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഞാൻ ലോക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കണ്ട് എൻ്റെ നോട്ട് ഇവിടെ ലോക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ ഫേസ് ഐഡിയോ ഫിംഗർ പ്രിൻറ്റോ കൊടുത്തെങ്കിൽ മാത്രമേ എനിക്കത് അൺലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ ജസ്റ്റ് വ്യൂ നോട്ട് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഫേസ് ഐഡി ഇവിടെ വർക്ക് ആവുന്നതായിരിക്കും. ഫേസ് ഐഡി വർക്ക് ചെയ്ത് എനിക്ക് ആ ഒരു നോട്ട് കാണാൻ പറ്റുന്നതാണ്. അടുത്ത് നമുക്കിപ്പം കീബോർഡിനകത്തൊരു ഷോർട്ട് കട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു കേഴ്സർ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് വെക്കണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പാടാണ് ഇവിടെ കൊണ്ട് വെക്കാനായിട്ട്. നമുക്ക് കറക്റ്റായിട്ട് വേണ്ടുന്നിടത്ത് നമുക്കത് വെക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ട് വെക്കാനായിട്ട് ജസ്റ്റ് ഈ സ്പേസ് ബാറിലൊന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഓരോ സിംഗിൾ ലെറ്ററായിട്ട് നമുക്കിത് കേഴ്സർ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ രീതിക്ക് നമുക്ക് എവിടെയാണോ കേഴ്സർ വേണ്ടത് അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ആ ഒരു വേർഡ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്ന ആ ഒരു വേർഡ് മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ക്യാപ്സ് ലോക്ക് ഐക്കൺ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്പേസ് ബാറിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഐക്കൺ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു അറബ് വേർഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു അറബ് വേർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാപ്സ് ലോക്കിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഞാൻ അവിടെ മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിതിന് ഇതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ ഞാൻ ജസ്റ്റ് അതിനകത്ത് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ വന്നാൽ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എനിക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നും കൊണ്ട് പ്രസ് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ കണ്ടും സെർച്ച് വെബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എനിക്കിത് വെബിൽ പോയിട്ട് ഇത് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അറബ് വേർഡിൻ്റെ അർത്ഥം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് ഏത് ലാംഗ്വേജിലേക്കാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് ചൂസ് ലാംഗ്വേജ് കൊടുത്തിട്ട് ഞാൻ അറബിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അറബ് വേർഡ് എങ്ങനെ പറയുന്നതെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ കേൾക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ അർത്ഥം നമുക്കിവിടെ ഹലോ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ അപ്പോൾ അറബ് വേർഡ് എങ്ങനെയാണെന്ന് ജസ്റ്റ് കേൾപ്പിച്ച് തരാം. മർഹബൻ എന്നാണ് ആ ഒരു അറബ് വേർഡ് ഞാൻ അവിടെ എഴുതിയിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിലൂടെ വന്നിട്ടുണ്ട്. ഹലോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതും നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഏത് വാക്കും നിങ്ങൾക്ക് ഈ രീതിയിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഐഫോൺസിൽ അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഐഫോണിൻ്റെ കീബോർഡിലുള്ള ചെറിയ ട്രിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഡെയിലി ഏതെങ്കിലും ഒരു വേർഡ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒത്തിരി തവണ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഒത്തിരി തവണ നിങ്ങളുടെ ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഷോർട്ട് കട്ടായിട്ട് നമ്മുടെ കീബോർഡിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ഡോളർ സിമ്പിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡോളർ സിമ്പിൾ അവിടെ വരുന്നതായിരിക്കും. ഒപ്പം തന്നെ എനിക്കിവിടെ കണ്ട് ആപ്പിളിൻ്റെ ഒരു ലോഗോയും എനിക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഈ ഒരു അറ്റ് സിമ്പിൾ 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മല്ലു ആപ്പിൾ പ്രോ എന്ന് പറഞ്ഞ ചാനലിൻ്റെ ലിങ്ക് എനിക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യം നമുക്ക് ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വിക്ക് മെസ്സേജ് വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുത്തിട്ട് മുകളിൽ സെർച്ചിൽ പോയിട്ട് ടെക്സ്റ്റ് റീപ്ലേസ്മെൻ്റ് എന്ന് സെർച്ച് ചെയ്യുക. ടെക്സ്റ്റ് റീപ്ലേസ്മെൻ്റ് എന്ന് ഇവിടെ വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുക. എൻ്റെ ഇവിടെ വന്നിട്ട് ടെക്സ്റ്റ് റീപ്ലേസ്മെൻ്റ് എന്ന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കണ്ടിട്ട് മുകളിൽ വന്ന് പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക. പ്ലസ് ഐക്കൺ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ അവിടെ വേണ്ടുന്നത് അത് ജസ്റ്റ് അവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എന്ന് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എനിക്ക് വളരെ എളുപ്പം എൻ്റർ ചെയ്യാനായിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സിമ്പിൾ 2 തവണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണം ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനി ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ഈ നോട്ടിനകത്ത് വന്ന് ഞാൻ ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടും സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ രീതിക്ക് നിങ്ങൾക്ക് ഏതൊരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ഈ രീതിയിൽ റീപ്ലേസ് ചെയ്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് ടൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ നോട്ട്സ് ആപ്പിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ നോട്ട്സ് ആപ്പിൽ കുറച്ച് ഫോട്ടോസ് ഞാൻ അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോസ് ആപ്പിൽ ഇങ്ങനെ ഒറ്റ അടിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റില്ല. ഒറ്റ അടിക്ക് ഒരു ഫോട്ടോസ് എല്ലാം കാണാനായിട്ട് ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് കാണുമ്പോൾ സ്മോൾ ഇമേജസ് ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ഇമേജസ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റുന്നതാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് ലാർജ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലാർജ് ഇമേജ് ആയിട്ടും കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഐഫോൺസിൽ വളരെ പവർഫുൾ ആയിട്ടൊരു മെഷറിംഗ് ടൂൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ടൂൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മെഷർ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ കണ്ട് മെഷർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷറിംഗ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡിവൈസ് ജസ്റ്റ് ഞാൻ ഇവിടെ കണ്ട് ഈ ഒരു ഐഫോൺ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഐഫോൺ എടുത്തിട്ട് ഞാൻ എൻ്റെ ടോട്ടൽ ലെങ്ത് ഞാൻ ഒന്ന് അളന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ നിന്ന് വെച്ചിട്ട് ലാസ്റ്റ് വരുന്ന പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐഫോണിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 11 സെൻറ്റിമീറ്ററാണ് ഈ ഒരു ഐഫോൺ 4S കറക്റ്റ് ഒരു ലെന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഏതൊരു ആപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് അളന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ട് നമുക്കൊരു സ്പിരിറ്റ് ലെവലും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് സ്പിരിറ്റ് ലെവൽ കറക്റ്റ് നമുക്ക് ആ ഒരു 0 വരുവാണെങ്കിൽ ഗ്രീൻ കത്തുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സെൻറ്റർ എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഫ്രെയിം വെക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രൈപ്പോഡ് നിങ്ങൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ കറക്റ്റായിട്ടുള്ള അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ടിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അർജൻറ്റായിട്ട് കുറച്ച് കോൺടാക്ട്സ് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട്സ് എടുക്കുക. കോൺടാക്ട്സ് എടുത്തിട്ട് 2 വിരൽ വെച്ചിട്ട് ഈ രീതിക്ക് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് താഴേക്ക് പിടിച്ച് കഴിഞ്ഞാൽ കോൺടാക്ട്സ് ഇവിടെ സെലക്ട് ആവുന്നതായിരിക്കും. എന്നിട്ട് ജസ്റ്റ് ആ സെലക്ട് ആയ കോൺടാക്ട്സ് വന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇവിടെ കോൺടാക്ട്സ് നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് വേറെ ആപ്പിലേക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ തന്നെ ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും. നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ്, ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോൺടാക്ട്സ് എല്ലാം നമുക്ക് മെർജ് ചെയ്ത് ഒറ്റ ഒരു ഫയലായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് കോപ്പി കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു കോൺടാക്ട്സ് എല്ലാം നമുക്ക് കോപ്പി ആവുന്നതായിരിക്കും. എന്നിട്ട് നേരെ ഞാൻ ഇപ്പം വേറെ ഏതെങ്കിലും ഒരു ആപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോൺടാക്ട്സ് എല്ലാം അവിടെ വരുന്നതായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു മെസ്സേജിങ് ആപ്പിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് മെസ്സേജിങ് ആപ്പിലാണ് നമുക്കൊരു ട്രിക്ക് ഉള്ളത്. ഇവിടെ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ ഒരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹായ് എന്നാണ് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു സെൻഡ് ഐക്കൺ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും. ഇവിടെ കണ്ട് നമുക്ക് സ്ലാം, ലൗഡ്, ജെൻറ്റിൽ, ഇൻവിസിബിൾ ലിങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം ജസ്റ്റ് ഇൻവിസിബിൾ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കണ്ട് നമുക്കൊരു ബ്ലേർഡ് ആയിട്ടൊരു ഐക്കൺ വരുന്നുണ്ട്. ജെൻറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ആനിമേഷൻസിൽ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്ക് പല രീതിയിലുള്ള ആനിമേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇനി കൂടുതൽ ഒരു എഫക്റ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടെ കണ്ട് മുകളിൽ സ്ക്രീൻ നമ്മുടെ സെക്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടും ഈ മെസ്സേജ് അവർക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലുള്ള ആനിമേഷൻ ആയിരിക്കും അവർക്ക് കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു ആനിമേഷൻസ് പലതും ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം ആനിമേഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ടും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലൊരു ലൈറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ബലൂൺസിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. പല രീതിയിലുള്ള ആനിമേഷൻസ് നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ ഈ രീതിയിൽ അടുത്ത നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഈ രീതിയിൽ ഒരു ആനിമേഷനും കൂടെ ചേർത്തിട്ട് ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് അവർക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടൊരു എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ഫീച്ചർ നമുക്ക് ഏതെങ്കിലും ഒരു മെസ്സേജിങ് ആപ്പിൽ പോയിട്ട് നമ്മളിപ്പം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ കൂടുതലും ലെഫ്റ്റ് ഹാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കണ്ട് നമ്മുടെ ഈ ഗ്ലോബ് ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് മാത്രം ഓറിയൻറ്റേഷൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഒറ്റ കൈ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡ് ആണെങ്കിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് റൈറ്റ് കൊടുത്താൽ നമ്മുടെ കീബോർഡ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് വരുന്നതായിരിക്കും. ഒറ്റ കയ്യിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ സെൻറ്റർ തന്നെ ആണെങ്കിൽ ജസ്റ്റ് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്ററായിട്ട് നോർമലായിട്ടുള്ള കീബോർഡിൽ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇപ്പോൾ നിങ്ങൾ ഐഫോൺസിൽ ഒത്തിരി കീബോർഡ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ പെട്ടെന്ന് ചൂസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഗ്ലോബിനകത്ത് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുള്ള എല്ലാ കീബോർഡ്സും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കീബോർഡ് ജസ്റ്റ് കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കീബോർഡ് സെലക്ട് ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കീബോർഡ്സ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് പാട്ട് കേട്ടുകൊണ്ടിറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ പാട്ട് ഓഫ് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിങ്ങിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പാട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റിംഗ് നമ്മുടെ ഐഫോൺസിൽ ഉണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു പാട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ പാട്ട് പ്ലേ ആവുന്നുണ്ട്. അടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ക്ലോക്ക് ആപ്പിൽ പോവുക. ക്ലോക്ക് ആപ്പ് എടുക്കുക. എന്നിട്ട് ഇവിടെ കണ്ടിട്ട് നമുക്ക് ടൈമർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് ആണെങ്കിൽ ഇവിടെ കണ്ടിട്ട് താഴെ ടൈമർ ഉണ്ട്. ടൈമർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ടൈമർ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്ര നേരം കൊണ്ട് ഉറങ്ങും എന്നുള്ളൊരു ഏകദേശം ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കണം. ഞാൻ അവിടെ ഈ ഒരു വീഡിയോ കണ്ടി ഞാൻ 10 സെക്കൻഡാണ് സെലക്ട് ചെയ്ത് വെച്ചത്. 10 സെക്കൻഡ് കഴിയുമ്പം ഈ ഒരു പാട്ടാണ് എനിക്ക് നിൽക്കേണ്ടത്. അടുത്തിട്ട് ചെയ്യേണ്ടത് ഇവിടെ കണ്ടിട്ട് വേൻ ടൈമർ എൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ താഴെ വന്ന് ഇവിടെ കണ്ടിട്ട് സ്റ്റോപ്പ് പ്ലേയിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെറ്റ് കൊടുക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ കാണാൻ നമ്മുടെ പാട്ട് പ്ലേ ആവുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പാട്ട് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടിട്ട് നമുക്ക് ടൈമർ എൻഡ് ആവാറായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ പാട്ട് ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയം അനുസരിച്ച് ഈ ടൈമർ സെറ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ആ ഒരു പാട്ട് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ ഒത്തിരി ആപ്സ് ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് ആപ്സ് നിങ്ങൾക്ക് തൊട്ടടുത്ത പേജിലേക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഈ രീതിയിൽ വേണ്ടുന്ന ആപ്സ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അടുത്ത ഹോം സ്ക്രീനിൽ പോയിട്ട് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ആപ്സ് നിങ്ങളുടെ ആ ഒരു ഹോം സ്ക്രീനിൽ വളരെ സിമ്പിളായിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹോം സ്ക്രീൻസ് നിങ്ങളുടെ ലേഔട്ട് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അർജൻറ്റായിട്ട് കുറച്ച് മെസ്സേജ് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 2 വിരൽ എടുക്കുക. കുറച്ച് മുമ്പ് ചെയ്ത കണക്ക് ഈ രീതിക്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് 3 വിരൽ വെച്ചിട്ട് ഈ രീതിക്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ നിങ്ങൾക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ വന്നിട്ട് പുതിയൊരു നോട്ട് എടുക്കുന്നുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് ജസ്റ്റ് പിഞ്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജസ് എനിക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജസും ഏതായാലും കോൺടാക്റ്റ് എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് 3 ഫിംഗർ വെച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടൊരു ഫീച്ചറാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒത്തിരി ഫോട്ടോസ് നിങ്ങൾ എഡിറ്റ് ചെയ്യാറുണ്ടെങ്കിൽ ഈ എഡിറ്റിൻ്റെ എല്ലാ ഒരു കോപ്പി നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് വേറെ ഫോട്ടോയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് എഡിറ്റ് കൊടുക്കുന്നുണ്ട്. എഡിറ്റ് കൊടുത്ത് ഞാനത് കുറച്ച് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലൊരു ഫിൽറ്ററാണ് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡൺ കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുകളിൽ ഈ ഒരു 3 ഡോട്ട് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ കണ്ട് കോപ്പി എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ തൊട്ടടുത്ത ഫോട്ടോ എടുത്തിട്ട് എഡിറ്റിൽ പോയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പേസ്റ്റ് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതേ എഡിറ്റ് തന്നെ എനിക്ക് ഈ ഒരു ഫോട്ടോയിലും വരുന്നതായിരിക്കും. കറക്റ്റ് ആ ഒരു അതേ എഡിറ്റ് തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോസിൽ നമുക്ക് എത്ര ഫോട്ടോസിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വീഡിയോയിൽ നമുക്ക് ഈ എഡിറ്റ് പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫോട്ടോയിലും നിങ്ങൾക്ക് പോയിട്ട് അതേ മാനുവൽ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ രീതിക്ക് നിങ്ങൾക്ക് എഡിറ്റ് കോപ്പി ചെയ്തും വേറെ ഫോട്ടോസ് വീഡിയോസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ഒത്തിരി താഴെ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഈ ഒരു പേജിൻ്റെ മുകളിൽ പോകാനായിട്ട് നമ്മുടെ ഐഫോണിൻ്റെ ഏതെങ്കിലും മുകളിലുള്ള ഒരു കോർണറിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് ആ പേജിൻ്റെ മുകളിലേക്ക് വരാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഐഫോൺസിൽ ആംബിയൻ സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ നിങ്ങൾ കൺട്രോൾ സെൻറ്ററിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ കാണും ഹിയറിംഗ് എയ്ഡ് എന്ന സെക്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സൗണ്ടുകൾ കിട്ടുന്നതായിരിക്കും. ഇവിടെ കണ്ടും ഇത്രയും സൗണ്ട്സ് നമുക്കിപ്പോൾ കറൻറ്റ് ഐഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓഷൻ ഉണ്ട്, റെയിൻ ഉണ്ട്, സ്ട്രീം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് രാത്രി ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറക്കം വരാൻ പാടുള്ള ആളാണെങ്കിൽ ഈ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഉറങ്ങുന്നതായിരിക്കും. അപ്പോൾ ആ സൗണ്ട്സ് ജസ്റ്റ് ഈ രീതിയിൽ നിങ്ങൾക്ക് കേട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സൗണ്ടൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടിപ്സ്. അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. സീ യു.